ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക സംക്രാന്തിയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടി അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി 2 ദിവസം കൂടി ഉള്ളൂ കർക്കിടക ആവാനായിട്ട്. ഞാൻ 2 ദിവസം മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീട് മാത്രം ക്ലീൻ ചെയ്യണുള്ളൂ. നമ്മുടെ പരിസരം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചേട്ടനെ നിർത്താം. അപ്പോൾ ഞാൻ വീട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വാ. ഞാൻ ഹാളിൽ നിന്നാണ് കേട്ടോ ആദ്യം ക്ലീനാക്കി തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ കുറച്ച് പണി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പണിക്കാരുടെ. ഇവിടെ കാർ ഷെഡിൻ്റെ പണിയും പിന്നെ മതിൽ കെട്ടലും അങ്ങനെയായിട്ട് കുറച്ച് സിമൻറ്റും വെൽഡിങ് മെഷീനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ട് ക്ലീൻ ആക്കിയില്ല. അപ്പോൾ അതേ ഹാളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ കിച്ചൂട്ടൻ ഇന്ന് സ്കൂളിൽ പോയി. അപ്പോൾ അതേ സ്കൂളിൽ പോണതിന് മുമ്പുള്ള കലാവിരുതാണ് ആദ്യം കണ്ടത്. എല്ലാം നിരത്തിയിടും. ഞാൻ എല്ലാം രാത്രി പറക്കി വെക്കുന്നതാണ്. പിന്നെ അവൻ രാവിലെ എണീറ്റ് എല്ലാം നിരത്തിയിടും. അപ്പോൾ നമുക്ക് ആദ്യം അതെല്ലാം പറക്കി വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇവിടെ താമസിച്ചിട്ടുള്ള ആദ്യത്തെ കർക്കിടകമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഇത്ര ഉത്സാഹം. കാരണം ഏറെക്കുറെ ക്ലീൻ ആണല്ലോ, അധികം പൊടിയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വീട് പണി കഴിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്തും തുടച്ചൊക്കെ കൊടുക്കണോണ്ട് വലിയ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല. വീടിൻ്റെ പുറത്താണെങ്കിൽ അധികം മാറായാലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പുറത്ത് ഞാൻ തൂക്കണില്ല. അത് തന്നെയല്ല, പുറത്ത് തൂക്കണമെങ്കിൽ ഞാൻ ലാഡറൊക്കെ കൊണ്ട് വെച്ച് കയറണം. അതൊക്കെ മെനക്കേടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വിഷുവിനാണ് കേട്ടോ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തത്. നമ്മുടെ സോഫയുടെ പുറകിലുള്ള ഈ ജനൽ നമ്മളങ്ങനെ തുറക്കാറില്ല കേട്ടോ. കർട്ടൻ പൊക്കി വയ്ക്കും, അപ്പോൾ തന്നെ നല്ല വെളിച്ചം കിട്ടും. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ തുറന്നിടാറില്ല, നല്ല പൊടി കയറും. ഞാൻ പുറത്തുനിന്നും അത് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല പൊടിയുണ്ട്. അപ്പോൾ നമ്മുടെ സോഫയുടെ ഷീറ്റ് ഞാൻ അലക്കാനിട്ടു. കിച്ചൂട്ടിന് ഇതിനകത്ത് ഷീറ്റ് വിരിക്കണമെന്നും ഇഷ്ടമല്ല കേട്ടോ. അവൻ എപ്പോഴും അതെടുത്ത് താഴത്ത് ചവിട്ടി കൂട്ടും. ഞാൻ വിരിക്കും, അവനെടുത്ത് കളയും. ഇത് തന്നെ ഇവിടുത്തെ പണി. അപ്പോൾ ഞാനത് അലക്കാനിട്ടു. അതിൻ്റെ ഇടയ്ക്ക് അനീഷേട്ടൻ വന്ന് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുടി വെട്ടാൻ പോവുകയാണ്. അപ്പോൾ വിളിക്കാനുണ്ടെങ്കിൽ ഒരു ചെറിയ ഫോണുണ്ട് കേട്ടോ, അതിനകത്തോട്ട് വിളിച്ചാൽ മതി എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ ജനലൊക്കെ തുടച്ചിട്ട് അവിടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നീക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്ഥലത്ത് തൂക്കാമല്ലോ. മുകളിലത്തെ ഭിത്തിയിലൊന്നും അങ്ങനെ മാകല പിടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് തൂത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോഴേ പിന്നെ ഞാൻ അടുത്ത ജനൽ തൂത്തു. ഈ ജനൽ ഞാൻ എപ്പോഴും തൂക്കണതാണ് കേട്ടോ. അതുകൊണ്ട് അതിലധികം പൊടിയില്ല. പിന്നെ ഈ TV സ്റ്റാൻഡും ഞാൻ ഇടയ്ക്ക് തൂക്കാറുണ്ട്. എനിക്ക് കൈ എത്തണടുത്ത് മാത്രമാണ് കേട്ടോ ഞാൻ തൂക്കാറുള്ളൂ. അപ്പോൾ മുകളിലൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാഡറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ. എന്തോരം തൂത്താലും പിന്നെയും പൊടി ഉണ്ടാവും. അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ കാരിക്കേച്ചറാണ് കേട്ടോ. എൻ്റെ അനീഷൻ്റെയും ഞങ്ങളുടെ കല്യാണത്തിന് അനീഷൻ്റെ ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഈ നീളത്തിലിരിക്കുന്ന സാധനം നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ. ചിലപ്പോൾ ഈ വോയിസിൻ്റെ ഇടയ്ക്ക് ചില സൗണ്ടൊക്കെ കേൾക്കും. അത് ഇവിടെ വെൽഡിങ് ഒക്കെ നടക്കണോണ്ട് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. നമുക്ക് കിച്ചുട്ടൻ സ്കൂളിൽ പോകുന്ന സമയത്താണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് അവൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ രാവിലെ ഇരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ പണി നടക്കണോണ്ട് ചില സൗണ്ട് ഉണ്ടാവും വെൽഡിങ്ങിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫാനാണ് കേട്ടോ തൂക്കുന്നത്. ഇവിടെ 2 ഫാൻ ഉണ്ട് കേട്ടോ ഹാളിൽ. അപ്പോൾ രണ്ടും ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പൊടി അറിയില്ല, പക്ഷെ നല്ല പൊടിയുണ്ട് കേട്ടോ. അതിലൊരു ഫാൻ ഇന്നാൾ കംപ്ലൈൻ്റ് ആയിട്ട് ഒരാഴ്ച മുമ്പ് റീപ്ലേസ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ഫാനിലാണ് കേട്ടോ നമ്മുടെ ഏറ്റവും കൂടുതൽ പൊടി പിടിക്കണത്. അപ്പോൾ ഞാൻ ഫാനൊക്കെ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് അടിച്ചെടുക്കണേ ഹാള്. അതുകൊണ്ട് വേണം നമുക്ക് ബെഡ്റൂമിലോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീഷേട്ടൻ വന്നിട്ട് നമുക്ക് ആ റീൽ ചെയ്താലോ ഈ റീൽ ചെയ്താലോ എന്ന് പറഞ്ഞ് ഓരോന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേഗം അടിക്കുക, വേഗം തുടക്കി, പണി നടക്കട്ടെ, പണി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന് 11:30 ആകുമ്പോഴാണ് കേട്ടോ വർക്ക് തുടങ്ങണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമാണല്ലോ, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് സുഖമാണല്ലോ. തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലോട്ട് പോയിട്ടുണ്ട്. ഈ ജനൽ ഞാനങ്ങനെ തുറന്നിടാറില്ല കേട്ടോ. നമ്മൾ കർട്ടൻ പൊക്കി വയ്ക്കുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരും പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ തുറന്നിടാറില്ല. നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ തുറന്നിട്ടാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഇപ്പുറത്തെ ജനലാണെങ്കിലും ഞാൻ തുറക്കാറില്ല. അവിടെ അപ്പുറത്തൊക്കെ വീടും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ തുറക്കാറില്ല. എല്ലാത്തിൻ്റെയും കർട്ടൻ പൊക്കി വയ്ക്കാറുള്ളൂ. അപ്പോൾ വെളിച്ചം കയറുമല്ലോ. പിന്നെ ഞാൻ ആ മുകളിൽ വെച്ചേക്കുന്ന സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, ഒരു വാൾ ഡെക്കർ. അതിനകത്ത് ഈ മഴക്കാലം ആയതുകൊണ്ട് പൂപ്പൽ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ അതിനകത്ത് വെച്ചേക്കുന്ന ആ ചെടിയാണെങ്കിലും അത് ആർട്ടിഫിഷ്യൽ ഇതാണ്. അപ്പോൾ ഈ കിച്ചൂടൻ അതിൻ്റെ മുകളിൽ കയറി ഏത് സമയം ചക്കയിടോ മാങ്ങയിടോ എന്ന് പറഞ്ഞ് ഏത് സമയവും തട്ടിയിടും
കേട്ടോ. പിന്നെ അത് മുകളിൽ കയറ്റി വെക്കലാണ് എൻ്റെ പണി. അത് പെട്ടെന്ന് താഴത്തോട്ട് വീണ് പോവും. ഇവൻ ഏത് സമയം അത് താഴത്തോട്ട് മറിച്ചിടും. പിന്നെ ദേ നമ്മൾ വാർഡ്രോബ് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വാർഡ്രോബ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്ത് പൊടിയൊന്നും ഇല്ലയെന്ന്. പക്ഷേ അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല പൊടിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തുണി കഴുകിക്കൊണ്ട് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ തുണിയിൽ ഇരിക്കുന്ന സാധനം കൂടി അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും. പിന്നെ ദേ നമ്മൾ നമ്മുടെ വാതിലൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു. വാതിലൊന്നും ഞാൻ ഇതുവരെ തുടച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ തുടയ്ക്കണത്. പിന്നെ ദേ ബെഡ്ഷീറ്റെല്ലാം കുടഞ്ഞ് വിരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ മാറ്റിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റി വിരിക്കാത്തത്. പിന്നെ ദേ ഞാൻ ഇവിടെ എല്ലാം അടിച്ചെടുത്തു. ഞാൻ ഈ ക്ലീനിങ് വീഡിയോ 2 ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ 11:30 ആയി. അപ്പോൾ ഇനി എനിക്ക് അടിച്ചു വാരി കുളിച്ച് തുടച്ചിട്ടൊക്കെ എനിക്ക് കിച്ചുവിനെ വിളിക്കാൻ പോകണം. അപ്പോൾ അത് എല്ലാം കൂടി ചെയ്തിട്ട് തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഹാളും ഒരു ബെഡ്റൂമാണ് ക്ലീൻ ചെയ്തത്. ദേ ഇപ്പോൾ 2ാമത്തെ ദിവസം സ്റ്റെയർ കേസിൽ നിന്ന് തുടങ്ങി. സ്റ്റെയർ കേസിലാണെങ്കിലും ദേ ഹാൻഡ് റെയിലൊക്കെ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസം. ഫ്ലിപ്കാർട്ടിൽ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ മേടിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെയർ കേസെല്ലാം അടിച്ചു വാരിയിട്ട് ഞാൻ എൻ്റെ അടുത്ത ബെഡ്റൂമിലോട്ട് വന്നു കേട്ടോ. ഇതിൻ്റെ ഈ ജനലാണെങ്കിലും നമ്മളങ്ങനെ തുറക്കാറില്ലേ, അപ്പുറത്ത് വീടുള്ളതുകൊണ്ട്. പിന്നെ തുറക്കാറില്ലാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് അധികം പൊടിയും കയറാറില്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് തൂത്ത് കൊടുക്കണോണ്ട് വലിയ പൊടിയില്ല കേട്ടോ. പിന്നെ ഈ കിച്ചൂട്ടിൻ്റെ കളിപ്പാട്ടങ്ങൾ കുറേ അവിടെ എവിടെയും കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് പെറുക്കി എടുത്തു വെക്കണം. അപ്പോൾ ഞങ്ങൾ 2 ബെഡ്റൂമിലും മാറി മാറി കിടക്കും കേട്ടോ. എവിടെയാണോ കിടക്കാൻ തോന്നുന്നത് അവിടെ കിടക്കും. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുവാണെങ്കിൽ ഈ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. മറ്റേതാണ് മാസ്റ്റർ ബെഡ്റൂം, ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഞങ്ങളങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ കിടക്കും, കുറച്ച് നാൾ അവിടെ കിടക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹെഡ് ബോർഡ് ഈ ജനലിനേക്കാളും കുറച്ച് മുകളിലായതുകൊണ്ട് അതിൻ്റെ ജനലിൻ്റെ അടി തൂക്കാൻ കുറച്ച് പാടാണ് കേട്ടോ ആ സൈഡിലെ. അപ്പോൾ ഇടയ്ക്കൊക്കെ വാക്വം ക്ലീനർ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യണത്. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്കും അതിനകത്ത് പൊടി കയറി വന്നോളൂല്ലോ. പിന്നെ ഇത് ഫാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ലാഡർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഫാനും വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പൊടി എടുത്തറിയുവേ. അപ്പോൾ ഞാൻ ഇനി അടുത്ത് വാർഡ്രോബാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. ഈ വാർഡ്രോബിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡിൻ്റെ ആ മുകളിൽ കയറി നിൽക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പേടിയാണ്. ഒരു പ്രാവശ്യം കയറിയപ്പോൾ ഞാനൊന്ന് ആടിയാർന്നപ്പോൾ എനിക്ക് പേടിയായിട്ടോ. പിന്നെ ഞാൻ എല്ലാം തൂത്ത് തുടച്ചിട്ട് അവിടെ എല്ലാം അടിച്ച് വാരി എടുത്തു. നല്ല പൊടിയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത്രയും പൊടിയുണ്ടോ നമ്മുടെ വീട്ടിലെന്ന് വിചാരിക്കും. പിന്നെ കിച്ചൂട്ടൻ്റെ ചെണ്ടക്കോലൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അടിച്ചുകൊണ്ട് പോയിട്ട് അവസാനം വാരി എടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഏത് സമയം കുനിയാനേ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ വാതിലെല്ലാം തുടച്ചെടുത്തു. ഈ വാതിലിൽ അത്രയും പൊടിയില്ല കേട്ടോ. മറ്റേ വാതിലിൽ നല്ല പൊടിയായിരുന്നു. പിന്നെ ഞാൻ ഡൈനിങ് ഹാളിലോട്ട് വന്നു. ഡൈനിങ് ഹാളിൻ്റെ ഈ ജനൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് കൊടുക്കുന്നുണ്ട്. അതിലൊന്നും വലിയ പൊടിയില്ല കേട്ടോ. അവിടെ പണിക്കാരിരുന്ന് പണിയുന്നുണ്ട്. ഞാൻ അവരോട് ആ ചേട്ടൻ കറണ്ടില്ലേന്ന് ചോദിച്ചാണ്. വെൽഡിങ് ചെയ്യാൻ കറണ്ട് വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കറണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടോ. പിന്നെ നമ്മുടെ അനീഷേട്ടൻ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യണത്. റൂമിൻ്റെ ഉള്ളിൽ നെറ്റ് കിട്ടാൻ കുറവാണെന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും ഒക്കെ ആണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഷീറ്റൊക്കെ മാറ്റിയിട്ട് ലിക്വിഡ് ഒഴിച്ച് തുടയ്ക്കുന്നുണ്ട്. കസേര എല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നമ്മുടെ പണിയാണ് ചേട്ടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ കാണാം. അപ്പോൾ ഞാൻ ഇത് തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫാൻ തുടയ്ക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ വേഗം തന്നെ ഇത് തുടച്ച് കഴിഞ്ഞിട്ട് ഫാൻ തുടച്ചു. ഫാനിൽ അധികം വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളിൽ വീഴാത്ത രീതിയിൽ അത് തുടച്ചിട്ട് ഞാൻ താഴത്തോട്ടാണ് കേട്ടോ എടുത്തിടുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസം എന്തിനാണ് ഈ ക്ലീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടൊക്കെ ഞാൻ അച്ചാമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് മൂദേവിയെ പടിയിറക്കിയിട്ട് ലക്ഷ്മി ദേവിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണത്. നമ്മുടെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ദരിദ്ര മാസമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ദാരിദ്ര്യമൊക്കെ അകന്ന് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും, നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കും. അപ്പോൾ പ്രാർത്ഥനയോടെയൊക്കെ നടന്ന് നമ്മുടെ ദാരിദ്ര്യം മാറ്റിയിട്ട് ഐശ്വര്യത്തെ, നമ്മുടെ സമ്പൽ സമൃദ്ധമായ ചിങ്ങമാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, ഐശ്വര്യത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ ജനൽ തുടക്കണമെങ്കിൽ കുറച്ച് പാടാണ്. ഞാൻ ആ സ്ലാബിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ജനൽ തുടയ്ക്കുന്നത്. അത് മറ്റേ എക്സോസ്റ്റ് ഫാനും കൂടി ഇരിക്കണോണ്ട് അധികമൊന്നും നമുക്ക് തുടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനെല്ലാം സിങ്കെല്ലാം ക്ലീൻ ചെയ്തു.
പിന്നെ നമ്മുടെ കബോർഡുകളെല്ലാം ഉള്ളിലൊന്നും ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. അത് ഓൾറെഡി വലിയ അഴുക്കൊന്നും പിടിക്കാതെ ഇരിക്കുന്നത്. ഞാൻ എല്ലായിടത്തും പേപ്പർ വിരിച്ചിട്ടാണ് എല്ലാം വച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണെങ്കിലും ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ തുടച്ചു. ഫ്രിഡ്ജിൻ്റെ പുറം എത്ര തുടച്ചാലും പിന്നെ അതിനകത്ത് നമ്മൾ എപ്പോഴും തുറന്ന് അതിനകത്ത് ഓരോന്ന് അഴുക്ക് പറ്റിയിരിക്കും കേട്ടോ. പിന്നെ ഇതാണ് വർക്ക് ഏരിയയുടെ ജനലിലും തുടയ്ക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. ഇപ്പോൾ ഈ വർക്ക് ഏരിയയുടെ അപ്പുറത്തായിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടേക്കുന്നത് കാർ ഷെഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ ഇത്തിരി വെളിച്ചം കുറവാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഇരുണ്ട പോലെ വർക്ക് ഏരിയ. അപ്പോൾ നമ്മുടെ വാതിൽ തുറന്നിട്ടാകുമ്പോൾ അതിനകത്തോട്ട് വെളിച്ചം കയറുള്ളൂ. അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ വാതിൽ തുറന്നിടുള്ളൂ, അല്ലാതെ വാതിൽ തുറന്നിടാറില്ല. അപ്പോഴാണ് ഞാൻ അരി വറക്കണ കാര്യം ഓർത്തത്. ഇവിടെ ആർക്കും ചോറൊന്നും കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് പിന്നെ അരിയൊക്കെ പയ്യാണ് കേട്ടോ വറക്കണത്. അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഇരിക്കണ്ടായി, അതൊക്കെ കൊണ്ട് കളഞ്ഞു. പിന്നെ കുറേ പാത്രം തേക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം തേച്ച് എടുത്തു. പിന്നെ എല്ലായിടും അടിച്ച് വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ സമയം വൈകിട്ടോ, 12 മണി ആവാറായി. അപ്പോൾ എല്ലായിടും അടിച്ചിനി തുടച്ചിട്ട് കുളിച്ചിട്ട് വേണം എനിക്ക് കിച്ചുവിനെ വിളിച്ചുകൊണ്ട് വരാൻ. അവന് 1 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവനെ കൊണ്ടുവരിക ചെയ്യണേ. ഓട്ടോയ്ക്കൊന്നും വിടാറില്ല. രാവിലെ അനീഷേട്ടൻ കൊണ്ടാക്കും, ഉച്ചയ്ക്ക് ഞാനാണ് കേട്ടോ വിളിച്ചുകൊണ്ട് വരുന്നത്. മഴയുള്ള സമയത്ത് ചിലപ്പോൾ അനീഷേട്ടൻ കൊണ്ടുവരും കേട്ടോ. അവൻ്റെ സ്കൂൾ ഇവിടെ അടുത്താണ് കേട്ടോ, ഒരു 10 മിനിറ്റ് ഉള്ളൂ പോകാനായിട്ട്. അപ്പോൾ അവൻ രാവിലെ പോകുമ്പോൾ പറയും, അമ്മ ഉച്ചയ്ക്ക് വിളിക്കാൻ വന്നോട്ടോ, അച്ഛൻ എന്നെ രാവിലെ കൊണ്ടാക്കണം, അമ്മ ഉച്ചയ്ക്ക് വിളിക്കാൻ വന്നോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ എല്ലായിടും തുടച്ചെടുക്കണം. നമ്മുടെ പുതിയ മോപ്പായതുകൊണ്ട് തന്നെ എനിക്ക് തുടയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കൈയൊന്നും തൊടേണ്ട കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഒരു പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് മുക്കിയിട്ട് അതിനകത്ത് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലായിടവും ഒന്ന് തുടച്ചെടുക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ പണിയും കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയില്ലേ കിട്ടുക, നല്ലൊരു ഉന്മേഷം തോന്നുമല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.